നായർ സർവീസ് സൊസൈറ്റിയുടെ മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് അംഗവുമായ CP ചന്ദ്രൻ നായരെ സ്ഥാനത്ത് നിന്ന് നീക്കി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ ചന്ദ്രൻ നായർ ആൾ ചില്ലറക്കാരനല്ല. മീനച്ചിൽ താലൂക്ക് പോലെ കരയോഗം നായന്മാർ ധാരാളമുള്ള സ്ഥലത്ത് യൂണിയൻ്റെ പ്രസിഡൻ്റ് ആവുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. അതിലുപരി NSS അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമാവുക എന്നുള്ളത് ഒട്ടും തന്നെ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നല്ല ധനസ്ഥിതിയും വരുമാനവും മറ്റ് ചുറ്റുപാടുമൊക്കെ ഉള്ള ആളായിരിക്കും അദ്ദേഹം എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാതെ എരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കുന്നവർക്കൊന്നും NSSൻ്റെ താലൂക്ക് യൂണിയൻ പ്രസിഡൻറ്റും അതുമല്ലെങ്കിൽ ഡയറക്ടർ ബോർഡ് അംഗമൊന്നും ആകാൻ പറ്റുകയില്ല. അപ്പോൾ ഇദ്ദേഹം അവിടുത്തെ നല്ല ഒരു ഗംഭീരനായ തറവാടി നായരാണ്, കരയോഗം നായരാണ്, ആ സ്വത്തും പണവുമുള്ള ആളാണ് എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇതുപോലെ കൈക്കല കൂടാതെ എടുത്ത് കളയണമെങ്കിൽ ഗുരുതരമായ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പുറമേക്ക് പറയുന്ന കാരണം പുള്ളി നമ്മുടെ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഉദ്ഘാടനം, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. പുള്ളിയല്ല ഉദ്ഘാടനം ചെയ്തത്. പുള്ളി അവിടെ സന്നിഹിതനായി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എന്ന തൂലികാനാമത്തിലായിരിക്കും അദ്ദേഹം ഹാജരായത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് തോമസ് ചാഴിക്കാടനാണ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അവർക്ക് ഏറ്റവും ശക്തിയുള്ള അല്ലെങ്കിൽ ശക്തിയുണ്ട് എന്ന് അവർ വിചാരിക്കുന്ന സ്ഥലമാണ് പാല. അവിടെയാണ് ഓഫീസിൻ്റെ ഉദ്ഘാടനം. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എന്ന കപ്പാസിറ്റിയിൽ മഹാരാജ രാജശ്രീ ചന്ദ്രൻ നായരും അവിടെ പങ്കെടുത്തു. ഈ വിവരം പെരുന്നയിൽ അറിഞ്ഞു. പാലായിൽ നിന്ന് അധികം ദൂരമില്ല പെരുന്നയിലേക്ക്, അതും കോട്ടയം ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ പെരുന്ന പോപ്പ് എന്നറിയപ്പെടുന്ന നമ്മുടെ സമുദായ ജനറൽ സെക്രട്ടറിക്ക്, സമുദായ ഉടമസ്ഥൻ എന്ന് പറയുക കൂടുതശ്ശേരി, അദ്ദേഹത്തിന് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഉടനെ തന്നെ ഈ ഡയറക്ടർ ബോർഡിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കി. ഒപ്പം തന്നെ താലൂക്ക് യൂണിയൻ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു, കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടു. എന്നിട്ട് ഈ ഇപ്പോഴത്തെ ഈ നേരത്തെ പേര് പറഞ്ഞ നായരുണ്ടല്ലോ, അദ്ദേഹത്തെ ഒഴിവാക്കി, ചന്ദ്രൻ നായരെ ഒഴിവാക്കി മറ്റ് അംഗങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം ഈ രണ്ട് കമ്മിറ്റിയിൽ നിന്ന് പുറത്തായി. ചന്ദ്രൻ നായർ ഇപ്പോൾ താലൂക്ക് യൂണിയനിലും ഇല്ല, ഡയറക്ടർ ബോർഡിലും ഇല്ല. അതിൻ്റെ കാരണം ജോസ് കെ മാണി എന്ന് പറഞ്ഞ ഒരു ആഭാസൻ്റെ പാർട്ടിയിൽ അല്ലെങ്കിൽ അവരുടെ ഓഫീസ് ഉദ്ഘാടനത്തിൽ ഇദ്ദേഹം പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, LDFിനോട് എന്താണ് സുകുമാരൻ നായരുടെ നിലപാട് അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ നിലപാട്? NSSൻ്റെ നിലപാട് സമദൂരമാണ് എന്നാണ് നമ്മൾ ഇതുവരെ ധരിച്ചിരുന്നത്. സമദൂരം എന്ന് പറഞ്ഞാൽ അതിന് പല സന്ദർഭങ്ങളിൽ അർത്ഥവ്യത്യാസമുണ്ടാവും. ഉദാഹരണത്തിന് മാവേലിക്കരയിൽ രമേശ് ചെന്നിത്തലയ്ക്കും കോട്ടയത്ത് സുരേഷ് കുറുപ്പിന് വോട്ട് കൊടുക്കുന്ന പരിപാടിക്കാണ് സമദൂരം എന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ട്. സമുദായത്തിന് വേണ്ടപ്പെട്ട ആൾക്കാർ വരുമ്പോൾ അവരെ സഹായിക്കും, സമുദായത്തിന് വിരോധമുള്ള ആളുകൾ വരുമ്പോൾ അവരെ എതിർക്കും, അവരെ തകർത്ത് കളയും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ NSSൻ്റെ നിലപാട് വളരെ സുവ്യക്തവും സുതാര്യവുമായിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലും UDFനെ സഹായിക്കുക എന്നുള്ളതായിരുന്നു. BJPയുടെ പല സ്ഥാനാർത്ഥികളും പെരുന്നയിൽ ചെന്നു. തൊഴുകയുമായിട്ട് മണിമാമനോട് ചോദിച്ചു, ഞങ്ങൾ BJPക്കാരാണ്, ഈ ശബരിമല സമരം നടത്തിയത് ഞങ്ങളാണ്, ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു. സുകുമാരൻ നായർ ഒട്ടും തന്നെ വഴിപ്പെട്ടില്ല. പുള്ളി പറഞ്ഞു നടക്കില്ല, BJPക്ക് വോട്ട് ചെയ്ത് പാഴാക്കാനുള്ളതല്ല നായരുടെ സമ്മതിദാന അവകാശം, ഞങ്ങളുടെ പിന്തുണ UDFനാണ്. കാരണം LDFനെ തോൽപ്പിക്കുന്നതിന് UDFനെ വിജയിപ്പിച്ചേ പറ്റുള്ളൂ. BJPക്ക് വോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, വോട്ട് പാഴായിപ്പോവും. അതുകൊണ്ട് ഞങ്ങളുടെ പിന്തുണ UDFനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പോലെ ആളുകൾ പ്രവർത്തിക്കുകയും ചെയ്തു. കരയോഗം നായന്മാരൊക്കെ ക്യൂ നിന്ന് UDF സ്ഥാനാർത്ഥികൾ കൂട്ടിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇദ്ദേഹത്തെ കാണാൻ ചെന്ന കോൺഗ്രസ് നേതാക്കളോട് പുള്ളി പൊട്ടിത്തെറിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ആലപ്പുഴ സീറ്റ് എന്തുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തി, ആലപ്പുഴ കൂടി ജയിക്കേണ്ടായിരുന്നു, എന്നാലേ LDFന് അത് ശരിയായ രീതിയിലുള്ളൊരു പരിഹാരക്രിയ ആവുകയുള്ളൂ എന്നാണ് സുകുമാരൻ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് ഇദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പിൽ പുള്ളി നയം വ്യക്തമാക്കിയിട്ടില്ല, പക്ഷേ LDFന് എതിരാണ് എന്ന കാര്യം ഇതിനകം തന്നെ വ്യക്തമായി. മാത്രമല്ല ഈ മിത്ത് വിവാദത്തിലൊക്കെ പുള്ളി വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. നമ്മുടെ സ്പീക്കർ ഷംസീർ ഗണപതി ഭഗവാൻ മിത്താണ് എന്ന് പറഞ്ഞപ്പോൾ അത് ആർക്കും തന്നെ ദഹിച്ചില്ല. വെള്ളാപ്പള്ളി നടേശനും ശക്തമായി പ്രതികരിച്ചു. ഹിന്ദു സമുദായ സംഘടനകളൊക്കെ ഷംസീറിനെതിരെ പ്രമേയം പാസാക്കി. സുകുമാരൻ നായർ ഒരു പടി കൂടി പറഞ്ഞു, ഇദ്ദേഹത്തെ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം, അതിനുവേണ്ട നടപടി മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു.
പക്ഷേ പാർട്ടി ഒരു നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, പാർട്ടി സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ മിത്ത് തന്നെയാണ് ഗണപതി മിത്താണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളാലും പുള്ളി വളരെ കലുഷിതമായിട്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല, തിരുവനന്തപുരത്ത് നാമജപ ഘോഷയാത്ര നടത്തിയ ആളുകളുടെ പേരിൽ കേസെടുത്തു. കേസ് പിന്നെ പിൻവലിച്ചു, അത് വേറെ. എങ്കിൽ പോലും അപ്പോൾ ഇവിടെ NSSൻ്റെ സമദൂരം എന്ന് പറഞ്ഞ് ഇത്തവണ UDF അനുകൂലമായ ഒന്നാണ്, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമാവും എന്ന് നമുക്കറിയില്ല. ഏതായാലും പുള്ളി LDF എതിരാണ് എന്ന കാര്യം വ്യക്തമായി. മറ്റൊരു വിഷയം കൂടി ഇതിനകത്തുണ്ട്. അതായത് NSSൻ്റെ പത്തനാപുരം യൂണിയൻ പ്രസിഡൻറ്റും നിലവിൽ ഡയറക്ടറുമായിട്ടുള്ള വേറൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് KB ഗണേഷ് കുമാർ എന്നാണ്. നമ്മുടെ യശശരീരനായ R ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ഗണേഷ് കുമാർ. അദ്ദേഹം LDF സർക്കാരിൽ ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ എന്താണ് ഇദ്ദേഹം ഒരു നടപടി സ്വീകരിക്കാത്തത്? NSSൻ്റെ പ്രഖ്യാപിത UDF അനുകൂല നിലപാട് അല്ലെങ്കിൽ LDF വിരുദ്ധ നിലപാടിൽ ഇതിന് വിപരീതമായ ഒന്നാണല്ലോ ഗണേഷ് കുമാറിൻ്റെ MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ പത്തനാപുരം യൂണിയൻ പ്രസിഡൻ്റായിട്ടും അതിലുപരി NSSൻ്റെ ഡയറക്ടർ അംഗമായിട്ട് നിലനിർത്തിയിട്ടുള്ളത്? ആ കാര്യം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ചന്ദ്രൻ നായർക്ക് ഇല്ലാത്ത ഒരു യോഗ്യത ഗണേഷ് കുമാറിനുള്ളത്? ബാലകൃഷ്ണപിള്ള സാറിൻ്റെ മകനാണെങ്കിൽ പോലും കീഴൂട്ട് രാമപിള്ള അദ്ദേഹത്തിൻ്റെ പൗത്രനാണ്. അതൊക്കെ ശരിയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ പണ്ടും ആനയുണ്ടായിരുന്നു, ഇപ്പോഴും ആനയുണ്ട്. അപ്പോൾ ആന ഉണ്ട് എന്നുള്ള കാരണത്താലാണോ ഗണേഷ് കുമാറിനെ നിലനിർത്തിയിട്ടുള്ളത്? അതോ ചന്ദ്രൻ നായർക്ക് ആന ഇല്ലാത്തതുകൊണ്ടാണോ അദ്ദേഹത്തെ ഡയറക്ടർ ബോർഡിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന കാര്യത്തിൽ എന്നെപ്പോലെ അറിവില്ലാത്ത അല്ലെങ്കിൽ പാമരന്മാരായിട്ടുള്ള സമുദായ അംഗങ്ങൾക്കൊരു സംശയമുണ്ട്. അതിന് മണിമാമൻ ഒരു സംശയ ദൂരീകരണം നടത്തണം എന്ന് വളരെ താഴ്മയോടുകൂടി അപേക്ഷിച്ചാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കയറുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. വേറെ ഉള്ളതാണെങ്കിൽ നമുക്ക് ധിക്കാരത്തോടെ ആവശ്യപ്പെടാൻ പറ്റും. അപ്പോൾ ഈ മണിമാമൻ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തത ഉണ്ടാക്കി തരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ആ മറുപടിക്ക് വേണ്ടി സവിനയം കാത്തിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.